ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ മൈക്രോഗ്രീൻ രീതിയിൽ മുളപ്പിച്ചെടുത്ത പയറിൻ്റെ ഇല ചേർത്തിട്ട് സലാഡും മുട്ട ഓംലേറ്റുമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ മുളപ്പിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ പല രീതിയിലുള്ള കറികൾ നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ ഇതൊക്കെ ഉണ്ടാക്കിയത് എങ്ങനെയാണെന്ന് ഉള്ള വീഡിയോ കണ്ടിട്ട് വരാം. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് മൈക്രോഗ്രീൻ രീതിയിൽ മുളപ്പിച്ചെടുത്ത പയർ. ഇതിന് മണ്ണോ സ്ഥലമോ ഒന്നും ആവശ്യമില്ല. ഇതുപോലെ ഒരു പാത്രം ഉണ്ടെങ്കിൽ ഒരാഴ്ചയ്ക്കുള്ളിൽ നമുക്ക് പയർ മുളപ്പിച്ചെടുക്കാം. അപ്പോൾ വീട്ടിൽ ഇതുപോലത്തെ പാത്രം അല്ലെങ്കിൽ ബോട്ടിലായാലും മതി മുളപ്പിച്ചെടുക്കാൻ. പാത്രം എടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, വൃത്തിയുള്ള പാത്രമായിരിക്കണം. പിന്നെ ഇത് നമ്മൾ കുട്ടികളെ കൊണ്ട് ചെയ്യിക്കുകയാണെങ്കിൽ അവർക്ക് ഒത്തിരി സന്തോഷമാകും. അപ്പോൾ ഇതുപോലെ നമ്മൾ ഉലുവ, കടുക്, മുതിര, പിന്നെ ജീരകം, വൻപയറൊക്കെ മുളപ്പിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ഡെയിലി വീട്ടിൽ ഇലക്കറികൾ കഴിക്കാം. അപ്പോൾ ഞാൻ ഇന്ന് ഇത് വെച്ചിട്ട് ഒരു ഓംലേറ്റും ഒരു സലാഡുമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് സലാഡ് ഉണ്ടാക്കാം. ഇതിൻ്റെ പകുതി ഇല എടുത്തിട്ടാണ് ഞാൻ സലാഡ് ഉണ്ടാക്കാൻ പോകുന്നത്. പിന്നെ ഇതിലേക്ക് ഒരു കുക്കുംബർ, പകുതി ആപ്പിൾ, പകുതി തക്കാളി, പകുതി ക്യാരറ്റ്, പിന്നെ പിഴിഞ്ഞ് ചേർക്കുന്നതിന് വേണ്ട ഒരു മുറി നാരങ്ങ. അപ്പോൾ നമുക്കിത് ആദ്യം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഇതിൻ്റെ പകുതി ഇല എടുക്കാം. കണ്ടോ, ടിഷ്യൂ പേപ്പറിലാണ് ഇട്ടിരിക്കുന്നത്. ഇതിൻ്റെ പകുതി പോർഷൻ ഞാൻ മാറ്റുകയാണ്. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റാം. അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് കട്ട് ചെയ്തെടുക്കാം. ഇതെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന നാരങ്ങ കൂടി പിഴിഞ്ഞൊഴിക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഒലീവ് ഓയിൽ കൂടി ഒഴിക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. ഞാൻ നന്നായിട്ട് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഉപ്പൊന്നും ചേർക്കുന്നില്ല. ആവശ്യമുണ്ടെങ്കിൽ ഒരു പിഞ്ച് ഉപ്പ് ചേർത്താൽ മതി. സലാഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ സലാഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി സമയം കളയാതെ ഓംലേറ്റ് കൂടി ഉണ്ടാക്കാം. പിന്നെ നമുക്ക് ഓംലേറ്റ് ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്തൊക്കെയാണ് എടുത്തിരിക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ സലാഡിന് എടുത്തതിൻ്റെ ബാക്കി ഇലയാണിത്. പിന്നെ ഒരു ചെറിയ കഷ്ണം സവോള, ക്യാരറ്റ് ഇതുപോലെ പൊടിയായി അരിഞ്ഞിട്ടുണ്ട്, പിന്നെ കുരുമുളക് പൊടിച്ചത്. അപ്പോൾ കുട്ടികൾക്ക് കൊടുക്കുന്നത് കാരണം ഞാനിവിടെ പച്ചമുളക് എടുത്തിട്ടില്ല. നിങ്ങൾക്ക് പച്ചമുളകാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ ചേർക്കാം. പിന്നെ 3 മുട്ട. ഇതൊന്ന് ചെറുതായി അരിഞ്ഞെടുക്കട്ടെ. അപ്പോൾ ഇതുപോലെ പൊടിയായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഞാൻ പയർ മുളപ്പിച്ച പാത്രം. അപ്പോൾ ഇത് ഒന്നുകൂടി നമുക്ക് കഴുകി വൃത്തിയാക്കിയിട്ട് വീണ്ടും പയർ മുളപ്പിക്കാൻ വെക്കാം. ഇനി ഇതുപോലത്തെ ഒരു ബൗൾ എടുക്കുക. ഇനി നമുക്ക് മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർക്കാം.
ഇതെല്ലാം കൂടി നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കുക. നന്നായി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാൻ ചൂടാകാൻ വെക്കാം. ഇതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഫ്ലെയിം സിമ്മിലേക്ക് ആക്കി കൊടുക്കാം. ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ രണ്ട് സൈഡ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഗ്യാസ് ഓഫ് ചെയ്യാം. ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റട്ടെ. മുളപ്പിച്ച പയറിൻ്റെ ഇല ചേർത്തുണ്ടാക്കിയ സലാഡും ഓംലേറ്റും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വീട്ടിൽ ഇതുപോലെ ഒന്ന് മുളപ്പിച്ച് നോക്കുക. അപ്പോൾ അതിന് ശേഷം ഇതുപോലെയുള്ള വിഭവങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണമാണ് ആവശ്യം. അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇനി ഇതുപോലുള്ള നല്ലൊരു റെസിപ്പിയുമായിട്ട് വേഗം വരാം. താങ്ക് യു.